ഖത്തർ വേദിയാകുന്ന ഫിഫ അറബ് കപ്പിന് നാളെ തുടക്കം. 4 ഗ്രൂപ്പുകളിലായി 16 ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. ലോകകപ്പ് നടന്ന 6 സ്റ്റേഡിയങ്ങളിലാണ് പോരാട്ടങ്ങൾ നടക്കുക. ഡിസംബർ 18-നാണ് കലാശപ്പോര്. വിവരങ്ങൾ നൽകാനായി ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, നാളെയാണ് അറബ് കപ്പ് തുടങ്ങുന്നത്. എത്ര ദിവസങ്ങളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്? എത്ര ടീമുകൾ മാറ്റുരയ്ക്കുന്നുണ്ട്? വിവരങ്ങൾ എന്തൊക്കെ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ദോഹയിലെ വളരെ പ്രധാനപ്പെട്ട സൂക്കായ സൂക്ക് വാക്കിഫിലാണ്. ഇപ്പോൾ നമുക്ക് കാണാവുന്ന പോലെ ഈ അറബ് കപ്പിൻ്റെ ഒരു ആവേശം എൻ്റെ പിന്നിൽ കാണാം. ഇവിടുത്തെ ആരാധകർ ഒത്തുചേർന്ന ഒരു വലിയ ആഘോഷ പരിപാടി തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് ഉദ്ഘാടന മത്സരം നടക്കുന്നത്. അത് ഖത്തർ മത്സരിക്കുന്നുണ്ട്. അതുപോലെ ഖത്തറിനെതിരെ ഫലസ്തീനും നാളത്തെ ഉദ്ഘാടന മത്സരത്തിൽ മത്സരിക്കുന്നുണ്ട്. ആദ്യ മത്സരം ട്യൂണീഷ്യയും സിറിയയും തമ്മിലാണ്. ട്യൂണീഷ്യയുടെ ആരാധകരാണ് നിലവിൽ ഇവിടെ ഈ സൂക്ക് വാക്കിഫിനെ ഇത്രയും സാംസ്കാരിക സമ്പന്നമാക്കി മുദ്രാവാക്യങ്ങളോടുകൂടെ അവരുടെ ചാൻഡുകളോടുകൂടെ ഇവിടെ സജീവമാക്കി നിലനിർത്തുന്നത്. സൂക്ക് വാക്കിഫിൽ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. ഇവിടെയുള്ള ഓരോ ടീമുകളുടെയും സാംസ്കാരിക ആഘോഷങ്ങൾ, പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ട്യൂണീഷ്യൻ ആരാധകർ ഏറെ നൂറുകണക്കിന് ട്യൂണീഷ്യൻ ആരാധകർ ഇവിടെ വന്ന് അവരുടെ ചാൻഡുകൾ മുഴക്കുന്നത്, അവരുടെ ഈ സാംസ്കാരിക പരിപാടിയുടെ ഭാഗമാകുന്നത്. ഖത്തർ എങ്ങനെയാണ് ഒരു കായിക ടൂർണമെൻറ്റ്, ഒരു കായിക മത്സരത്തെ ഒരു സാംസ്കാരിക ആഘോഷമാക്കി മാറ്റുന്നതിൻ്റെ ഒരു വളരെ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തെളിവാണ് നമ്മളിപ്പോൾ സുക്ക് വാക്കിഫിൽ കാണുന്നത്. നാളെ ഉദ്ഘാടന മത്സരം ട്യൂണീഷ്യയും സിറിയയും തമ്മിലാണ്. രണ്ടാമത്തെ മത്സരം ഖത്തറും അതുപോലെ ഫലസ്തീനും തമ്മിലാണ്. നമുക്ക് ഫലസ്തീനിലെയൊക്കെ സംഘർഷങ്ങളുടെ, യുദ്ധത്തിൻ്റെ സാഹചര്യമൊക്കെ അറിയാം. ആ സാഹചര്യങ്ങൾക്കിടയിലാണ് ഫലസ്തീൻ അറബ് കപ്പിൽ പന്ത് തട്ടാനെത്തുന്നത് എന്നുള്ള സവിശേഷത കൂടി, ആ രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. സിറിയയിലെ രാഷ്ട്രീയ പശ്ചാത്തലവും നമുക്കറിയാം. ഇങ്ങനെ സംഘർഷങ്ങളുടെ ഭൂമികയിൽ നിന്നുള്ള രാജ്യങ്ങൾ ഇവിടെ അറബ് കപ്പിലേക്ക് പന്ത് തട്ടുന്ന ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ അറബ് കപ്പിനുണ്ട്. ഇന്നു മുതൽ ഡിസംബർ 18 വരെയാണ് ഈ അറബ് കപ്പിൻ്റെ നിശ്ചിത സമയമെന്ന് പറയുന്നത്. ഈ സമയത്തിനുള്ളിൽ 4 ഗ്രൂപ്പുകളിലായി 16 ടീമുകളാണ് ആഫ്രിക്കയിൽ നിന്നും അറബ് ലോകത്തു നിന്നും പങ്കെടുക്കുന്നത്. അടുത്ത ലോകകപ്പിൽ പങ്കെടുക്കുന്ന 7 രാഷ്ട്രങ്ങൾ, ലോകകപ്പിലേക്ക് ക്വാളിഫൈ ചെയ്ത 7 രാഷ്ട്രങ്ങൾ കൂടി ഈ അറബ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ അറബ് കപ്പിൻ്റെ ഒരു പ്രാധാന്യത്തെ വിളിച്ചുകൊന്നത് കൂടിയാണ്. ഏതായാലും അണ്ടർ 17 ലോകകപ്പിൻ്റെ ആരവങ്ങൾ ഒടുങ്ങുന്നതിന് മുമ്പാണ് അടുത്ത ഒരു ടൂർണമെൻറ്റിൻ്റെ ആഘോഷങ്ങളിൽ കൂടി ഖത്തർ കടക്കുന്നത്. ഖത്തറിന് ഇത് വെറും ഒരു സ്പോർട്സ് ടൂർണമെൻറ്റ് മാത്രമല്ല, ഇത് വിവിധ സംസ്കാരങ്ങളും അതുപോലെ പൈതൃകങ്ങളും വിവിധ സമ്പന്നമായ കലാ പൈതൃകങ്ങളൊക്കെ ഒരുമിക്കുന്ന ഒരു സംഗമ വേദി കൂടിയാണ്. അതാണ് ശരിക്ക് നമുക്ക് ഈ സൂക്ക് വാക്കിഫിലെ ഇന്നിവിടെ നിൽക്കുന്ന സൂക്ക് വാക്കിഫിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഖത്തർ ഫുട്ബോളിൻ്റെ അതിൻ്റെ ഏറ്റവും മനോഹരമായ ആഘോഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കടക്കുകയാണ്.